വഖഫ് അധിനിവേശ വിരുദ്ധ സമരം 50-ാം ദിവസത്തിലേക്ക് അടുക്കുമ്പോൾ ജുഡീഷ്യൽ കമ്മീഷൻ നടപടികളും നീളുന്നു. കമ്മീഷനെ പ്രഖ്യാപിച്ച് 5 ദിവസമായിട്ടും ടേംസ് ഓഫ് റെഫറൻസ് പുറത്തിറക്കിയിട്ടില്ല. സിവിൽ നിയമങ്ങൾ മുൻനിർത്തിയാണ് വിഷയം പരിഗണിക്കുകയെന്ന ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ കമ്മീഷൻ വ്യക്തമാക്കുന്നതിലാണ് മുനമ്പം നിവാസികളുടെ പ്രതീക്ഷ. വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുന്നുണ്ട്. കിരൺ, മുനമ്പത്തെ സമരം അതിൻ്റെ 50-ാം ദിവസത്തിലേക്ക് അടുക്കുകയാണ്. ഈ 50-ാം ദിവസത്തിലേക്ക് അടുക്കുമ്പോൾ തന്നെ ജുഡീഷ്യൽ കമ്മീഷൻ നടപടികൾ നീളുകയാണ്. കമ്മീഷനെ പ്രഖ്യാപിച്ച 5 ദിവസം കഴിഞ്ഞിട്ടും ടേംസ് ഓഫ് റെഫറൻസ് പുറത്തിറക്കിയിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം, അല്ലേ? നിഖിൽ, ഏതായാലും ഈ മുനമ്പം വിഷയത്തിൽ പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ജുഡീഷ്യൽ കമ്മീഷനെ പ്രഖ്യാപിച്ചതിന് ശേഷം ഇന്നലെയോടുകൂടി മാത്രമാണ് ഇതിൻ്റെ അന്വേഷണ പരിധി അല്ലെങ്കിൽ ഈ കമ്മീഷന്റെ പരിധികൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ മന്ത്രിസഭാ യോഗം, ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗം കമ്മീഷന്റെ ടേംസ് ഓഫ് റെഫറൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ പരിഗണിക്കാൻ ആ വിഷയത്തിൽ പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി ചീഫ് സെക്രട്ടറിയോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കമ്മീഷന് ഇതുവരെ പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു ഓഫീസോ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല. ആ കാര്യങ്ങളിൽ കൂടി ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് എറണാകുളം ജില്ലാ കളക്ടർക്കും ഇന്നലെ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. ഇത്രയും ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇപ്പോൾ ഈ കാര്യങ്ങളിൽ പോലും ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അതായത് ഈ സമരങ്ങൾ തന്നെ ആരംഭിച്ചിട്ട് മുനമ്പത്തെ ജനങ്ങൾ ആദ്യം ഘട്ടത്തിലുള്ള പ്രതിഷേധങ്ങൾ, പിന്നീട് അതൊരു നിരാഹാര സമരത്തിലേക്ക് കടക്കുന്നു. ആ നിരാഹാര സമരം തന്നെ 41-ാം ദിവസം പിന്നിട്ടതിന് ശേഷം മാത്രമാണ് ഇതിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാനായിട്ട് സർക്കാർ തയ്യാറായത്. എന്നാൽ കമ്മീഷനെ നിയോഗിച്ചിട്ടും ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഇതിൻ്റെ പരിധികൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഇവർ ഏതൊക്കെ വിഷയങ്ങളിലാണ് കമ്മീഷന്റെ ഇടപെടലുകൾ ഉണ്ടാകേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തതയുണ്ടായിരുന്നില്ല. ഇപ്പോൾ മാത്രമാണ് മന്ത്രിസഭ പോലും ഈ ഒരു വിഷയത്തിൽ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇതൊരു വലിയ ആശങ്ക തന്നെയാണ് മുനമ്പത്തെ ജനങ്ങളെ സംബന്ധിച്ച് ഉണ്ടാക്കുന്നത്. അവർ പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന ഒരു കാര്യം, ഈ വിഷയത്തിൽ ശാശ്വതമായിട്ടുള്ള പരിഹാരം വേണം, അതും വളരെ പെട്ടെന്ന് വേണം എന്നുള്ളൊരു കാര്യം തന്നെയാണ്. കാര്യം, മുനമ്പത്തെ ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ റവന്യൂ അവകാശങ്ങളെല്ലാം തന്നെ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ്. പലർക്കും വിദ്യാഭ്യാസമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, ലോണ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ലഭിക്കുന്നില്ല. ഇങ്ങനെ അവരുടെ റവന്യൂ അവകാശങ്ങളെല്ലാം തന്നെ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഇവയെല്ലാം തന്നെ പുനഃസ്ഥാപിക്കാൻ പെട്ടെന്നുള്ളൊരു ഇടപെടൽ സർക്കാരിൻ്റെ തലത്തിൽ നിന്ന് ഉണ്ടാകണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് ഇവർ മുന്നോട്ട് വെച്ചത്. ഏതായാലും സർക്കാർ നിലവിൽ ഇപ്പോൾ കമ്മീഷന് നൽകിയിട്ടുള്ളത് 3 മാസത്തെ സമയപരിധിയാണ്. ഇത് എത്രയും പെട്ടെന്ന് ആക്കണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഏതായാലും മുനമ്പത്തെ ജനങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. നേരത്തെ കമ്മീഷന്റെ അധ്യക്ഷനായിട്ടുള്ള ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ അദ്ദേഹം തന്നെ ജനം ടി വിയോട് വ്യക്തമാക്കിയുണ്ടായിരുന്നു, പല ഉത്തരവാദിത്തങ്ങളുള്ള കമ്മീഷനാണ്, എന്നിരുന്നാൽ പോലും തൻ്റെ പ്രഥമ പരിഗണന അത് മുനമ്പത്തെ ജനങ്ങളുടെ വിഷയം തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്നിരുന്നാൽ പോലും ഈ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ കമ്മീഷൻ ഇടപെട്ട് കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയില്ല. ഏതായാലും ആ ഒരു ആശങ്ക തന്നെയാണ് മുനമ്പത്തെ ജനങ്ങൾക്ക് ഉള്ളത്. അവരുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തണം എന്നുള്ള കാര്യം അവർ ആവശ്യപ്പെടുമ്പോൾ പോലും ഈ വിഷയത്തിൽ ഒരു കൃത്യമായ ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നുള്ളൊരു കാര്യം, അത്തരം ഒരു പരാതി കൂടി ഏതായാലും മുനമ്പത്തെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ സമരം 47-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഈ സമരം തുടരും എന്നുള്ളൊരു കാര്യം തന്നെയാണ് മുനമ്പം സമരസമിതി വ്യക്തമാക്കുന്നത്. കാര്യം, ഈ വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നത് വരെ തങ്ങളുടെ സമരം തുടരും എന്ന് തന്നെയാണ് മുനമ്പം സമരസമിതി വ്യക്തമാക്കുന്നത്. നിഖിൽ, അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സമരം 50-ാം ദിവസം അടുക്കുന്നു, സമരം തുടരും എന്നാണ് സമരസമിതി പറയുന്നത്. ഇനി എത്തരത്തിലുള്ള സമരത്തിലേക്കായിരിക്കും സമരസമിതി കടക്കുക? കാരണം സമാധാനപരമായി ഉള്ള സമരമാണ് അവർ ഇത്രയും നാളും മുന്നിലേക്ക് വെച്ചത്. ഒപ്പം തന്നെ ഈ കടലിലേക്ക് കൊണ്ടുപോയി ഇതിൻ്റെ പ്രതീകാത്മകമായി കടലിൽ ഈ ഒരു ബില്ല് തള്ളുന്ന കാഴ്ചയുണ്ടായിരുന്നു. അങ്ങനെ ചില സമര രീതികളൊക്കെ കണ്ടു. ഇനിയും എത്തരത്തിലുള്ള സമരമായിരിക്കും അവർ പ്ലാൻ ചെയ്യുക? അതിനെപ്പറ്റി എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? മായി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഇതിനൊരു വലിയ പിന്തുണ തന്നെ ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ പിന്തുണ ഉണ്ടായിരുന്നു, SNDP യോഗത്തിന്റെ പിന്തുണ ലഭിച്ചിരുന്നു. ഒപ്പം തന്നെ വിവിധ ഹിന്ദു സംഘടനകൾ, ഹിന്ദു ഐക്യവേദി അടക്കം BJP അടക്കമുള്ള സംഘടനകൾ പോലും സമരസമിതി പ്രവർത്തകർ വ്യക്തമാക്കി
സർക്കാരിൻ്റെ തീരുമാനം ഈ കമ്മീഷനെ വെക്കാൻ ഉള്ള ഒരു തീരുമാനം അത് ദ്രുതഗതിയിൽ തന്നെ അതിൻ്റെ ഒരു തീരുമാനം ഉണ്ടാകും എന്നൊക്കെ പറയുന്നത് കൊണ്ട് തന്നെ ആ കാര്യങ്ങളെല്ലാം ഇവർ സ്വീകരിക്കുന്നുണ്ട്, അതിനെ സ്വാഗതം ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ പോലും സമരം അവസാനിപ്പിക്കില്ല എന്നുള്ളൊരു കാര്യമാണ് അവർ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന സമരം സമാധാനപരമായിട്ടുള്ള ഒരു പ്രാർത്ഥനാ യോഗം അല്ലെങ്കിൽ പ്രാർത്ഥനാ പ്രതിഷേധം എന്നുള്ള രീതിയിലാണ്. അത് പള്ളിമുറ്റത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അതേ രീതിയിൽ തന്നെ തുടരും. അതായത് ഈ വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം എന്നുള്ളൊരു കാര്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അവരുടെ റവന്യൂ രേഖകൾ, റവന്യൂ അവകാശങ്ങൾ ഇത് പുനഃസ്ഥാപിക്കണം, അത് ലഭിക്കുന്നത് വരെ ഈ സമരം തുടരും എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഏതായാലും സമരസമിതി വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും സമരം ചില ഘട്ടങ്ങളിലൊക്കെ അതിൻ്റെ ഒരു പ്രക്ഷോഭ കാര്യങ്ങളിലേക്ക് കടന്നിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഈ കടലിലേക്ക് ഇറങ്ങിക്കൊണ്ട്, മുനമ്പത്തെ കടലിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഈ വഖഫിലെ നിയമങ്ങൾ എഴുതി വെച്ചിട്ടുള്ള കോലങ്ങൾ കടലിൽ കെട്ടിത്താഴ്ത്തിക്കൊണ്ടുള്ള പ്രതിഷേധം നടത്തിയത്. ഇങ്ങനെയൊക്കെ ഒരു പ്രക്ഷോഭകരമായിട്ടുള്ള സമരങ്ങൾ നടത്തിയിരുന്നു. എന്നിരുന്നാൽ പോലും ഇപ്പോൾ നടക്കുന്ന സമരം അത് സമാധാനപരമായി തുടരും എന്ന് തന്നെയാണ് സമരസമിതി അറിയിച്ചിട്ടുള്ളത്. നിഖിൽ. ശരി കിരൺ, വഖഫ് അധിനിവേശ വിരുദ്ധ സമരം 50-ാം ദിവസത്തിലേക്ക് അടുക്കുമ്പോൾ ജുഡീഷ്യൽ കമ്മീഷൻ നടപടികളും നീളുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് കിരൺ കുമാർ.